എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 3-ാം മൊഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. HST മാത്തമാറ്റിക്സ് 3-ാമത്തെ മൊഡ്യൂൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 2024 നടന്ന HST മാത്തമാറ്റിക്സ് NCA പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ വരെ ഈ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിരുന്നു. പ്രധാനമായും കാൽക്കുലസ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രേഷൻ, കോണിക് സെക്ഷൻസ് എന്നീ ഭാഗങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുന്നത്. കാൽക്കുലസ് എന്നതിൽ +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് എന്നീ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. ഡിഗ്രി തലത്തിൽ പഠിച്ച ലിമിറ്റ് കാണുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രധാനമാണ്. ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. +2 ക്ലാസ്സിൽ പഠിക്കുന്ന ഡിഫറൻഷ്യബിലിറ്റി എന്ന ഭാഗത്തു നിന്നും വിവിധ രീതിയിലുള്ള ഡിഫറൻസിയേഷൻ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, പാരാമെട്രിക് ഫോം എന്നീ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട്. ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിയറംസ് ആയ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, റോളീസ് തിയറം, മീൻ വാല്യൂ തിയറം എന്നിവയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. പരമാവധി 2 ചോദ്യങ്ങൾ വരെ ഈ ഭാഗത്തു നിന്നും ചോദിച്ചു കാണുന്നുണ്ട്. പ്രധാനമായും ഒരു ഫംഗ്ഷന്റെ മാക്സിമ, മിനിമ, അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണുന്നതിനുള്ള ചോദ്യങ്ങൾ സാധാരണയായി കാണാറുണ്ട്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കാണുന്നതിനുള്ള ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി തലത്തിൽ പഠിച്ച പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ചെറിയ രീതിയിലാണെങ്കിലും കണ്ടുവരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇന്റഗ്രേഷൻ. +2 ക്ലാസ് മുതൽ ഡിഗ്രി അവസാന വർഷം വരെയുള്ള ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ +2 ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ആശയം പ്രതിപാദിക്കുന്ന മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന ഭാഗത്തു വരുന്ന ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ യൂസിംഗ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്നിവയെല്ലാം പ്രാധാന്യമർഹിക്കുന്ന ടോപ്പിക്സ് ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് കണ്ടുപിടിക്കുവാനും അവയുടെ സവിശേഷതകളും കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് അനിവാര്യമാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് സ്ഥിരമായി HST പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട്. +1 ക്ലാസ്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, +2 ക്ലാസ്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്നീ ഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതിനായി ഡിഗ്രി പാഠഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ മൊഡ്യൂളിലെ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഒരു ഫംഗ്ഷന്റെ ഡബിൾ ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ എന്നിവ കാണുന്നതിനുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി പരീക്ഷകളിൽ കണ്ടുവരുന്നു. കാൽക്കുലസ് കൂടാതെ 3-ാമത്തെ മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോണിക് സെക്ഷൻസ്. +1 ക്ലാസ്സിലെ കോണിക് സെക്ഷൻ എന്ന പാഠഭാഗത്തു നിന്നുള്ള ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എന്നീ കോണിക് സെക്ഷൻസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ്, അവയുടെ പ്രത്യേകതകൾ തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷകളിൽ ഈ ഭാഗങ്ങളിൽ നിന്നും 1-2 ചോദ്യങ്ങൾ വരെ കണ്ടുവരുന്നു. HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 3-ാം മൊഡ്യൂളിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. നാളെ HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 4-ാം മൊഡ്യൂളിനെ കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.